എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടുണ്ടായിരുന്ന പാൻ കേക്ക് കാണാത്തവർ കാണാൻ മറക്കരുത്. കുറേ പേര് ഉണ്ടാക്കി നോക്കിയിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ദിവാലി സ്പെഷ്യലായിട്ട് സ്വീറ്റ് ആയിട്ടാണ്. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്, അതായത് മൈസൂർ പാക്ക്. എനിക്കറിയാലോ അത് സ്വീറ്റ് പേഴ്സൺ അല്ല, അതുകൊണ്ട് ഞാൻ അധികം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ മൈസൂർ പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് അത്ര വലിയ ഈസിയുള്ള കാര്യമല്ല. ഈസിയാണ് ആക്ച്വലി, ബട്ട് പറഞ്ഞ് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ കൊളാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അവസാനം നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ ട്രിക്സും ടിപ്സും പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുള്ള മൈസൂർ പാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ദിവാലി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള മൈസൂർ പാക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് മുഴുവനും ഇല്ല, 1 ടേബിൾ സ്പൂണൊക്കെ കുറവ് വരും. ഞാനത് ഫ്രൈ ചെയ്തപ്പോൾ കുറച്ചൊന്ന് പുറത്തേക്ക് പോയി, അപ്പോൾ അത് കാരണം ഒരു ഗ്ലാസ് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. 1 ടേബിൾ സ്പൂണിൻ്റെ ഒക്കെ കുറവ് വരും. ഇത് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയുടെ മാവാണ്. അതായത് ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. റോസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ എനിക്ക് നന്നായി തോന്നാറുള്ളത്. കാരണം ആ ഒരു മൈസൂർ പാക്ക് റെഡി ആയതിനു ശേഷം നമ്മൾ കഴിക്കുമ്പോൾ ചില സമയത്ത് ആ ഒരു കടലമാവിൻ്റെ ഒരു റോ ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 10 മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുക്കുക. ആ സമയമാകുമ്പോഴേക്കും നല്ലൊരു വാസന നമുക്ക് വരാൻ തുടങ്ങും. ആ സമയത്ത് ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണ്ട, ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുക, അത് മാത്രം ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ്സിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. അതെന്തിനാ ചൂടാറിയതിന് ശേഷം അതിപ്പോൾ നമ്മളൊരു ചെറിയൊരു കണ്ടെയ്നറിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. വലിയൊരു പരന്ന പാത്രത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് ഇടുന്ന സമയത്ത് കുറേയൊക്കെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ചെറിയൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞു പാത്രത്തിലോ എടുത്ത് വെക്കുക, അടുത്ത് തന്നെ എടുത്ത് വെക്കുക. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൈസൂർ പാക്കിന് കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ യെല്ലോ കളറോ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു നല്ലൊരു ബ്രൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ യെല്ലോ കളർ പൊടി ആവാം അല്ലെങ്കിൽ ലിക്വിഡ് ആവാം. ലിക്വിഡ് ആണെങ്കിൽ ഇപ്പോൾ ഒഴിക്കാൻ പാടില്ല. ഷുഗർ സിറപ്പ് റെഡി ആകുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രമാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്, ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുറിച്ചെടുക്കുമ്പോൾ ഈസി ആയിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ എണ്ണയോ നെയ്യോ തടവി വെക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു അളവിൽ കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും നല്ല ഹൈറ്റുള്ള കുറച്ച് ഇത്രയെങ്കിലും ഹൈറ്റുള്ള ഒരു പാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. മാത്രമല്ല ചെറിയൊരു പാത്രമായിരിക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ മൈസൂർ പാക്കിന് എന്താ പറയുക തിക്നെസ് ഉണ്ടാവുകയും ആ മിഡിൽ പോർഷനിൽ ഒരു കളർ ചേഞ്ച് വരികയും ചെയ്യാം. അതെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെയിം അളവിൽ തന്നെ നിങ്ങൾ വലിയൊരു പാത്രത്തിൽ ഫ്ലാറ്റായി ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മിനിമം ഇത്രയെങ്കിലും ഹൈറ്റുള്ളൊരു പാത്രവും ചെറിയൊരു പാത്രവും ആവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഗ്ലാസിൻ്റെ ബൗൾ വേണമെന്ന് ഒരു നിർബന്ധമില്ല. സ്റ്റീലിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഏത് പാത്രവും നമുക്ക് ഉപയോഗിക്കാം. ഗ്രീസ് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ചെറിയ പാത്രം ഞാനിങ്ങനെ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊക്കെ ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കണം, കാരണം ആ സമയത്ത് നമുക്കിതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് 1 ഗ്ലാസ് നെയ്യ് ഉരുക്കിയതാണിത്, അതായത് ഗീ. നെയ്യ് ഉരുക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ഗ്ലാസ് ഓയിൽ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പക്ഷേ നല്ല ഓത്തൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ മൈസൂർ പാക്കിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയുടെ എണ്ണയില്ലേ, അതായത് പീനട്ട് ഓയിലില്ലേ, അത് യൂസ് ചെയ്യണം. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ അവർ അതാണ് യൂസ് ചെയ്യാറ്. ഞാനിവിടെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തൽക്കാലം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾ ഇതിലേക്ക് ഒരിക്കലും വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ ഒലിവ് ഓയിലോ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ എടുക്കുക. ആ പാനിലോട്ട് ഈ നെയ്യും അതുപോലെ തന്നെ ഓയിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ നെയ്യും എണ്ണയും കൂടിയിട്ട് എൻ്റെ തൊട്ടടുത്ത അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഓൺ ചെയ്യുകയാണ്. ആദ്യം ഹൈ ഹീറ്റിലിടും. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് ചൂടായതിന് ശേഷം ഞാനത് മീഡിയത്തിലോട്ട് കുറച്ച് വെക്കും. ഓക്കെ, അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ. നമുക്കിനി ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാൻ തുടങ്ങാം. പിന്നെ നമ്മൾ കുറച്ച്
ഏലക്കയുടെ പൊടി എടുത്തിട്ട് പൊടിച്ച് വെക്കണം. അതെപ്പോഴും ആദ്യമേ തന്നെ അടുത്ത് സൂക്ഷിച്ച് വെക്കണം. ഏലക്കയുടെ പൊടി 1 ടീസ്പൂണൊക്കെ നമുക്ക് വേണ്ടി വരും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അടികട്ടിയുള്ള കടായി ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു നല്ല വലിയ കടായാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് കടലമാവിന് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഉപയോഗിക്കാറ്. അതേസമയം ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ്. കൂടുതൽ സ്വീറ്റ്നെസ് ഇഷ്ടപ്പെടുന്നവർക്ക് 1.5 ഗ്ലാസ് വരെ പഞ്ചസാര ആവാം. പക്ഷേ ഞാൻ എപ്പോഴും 1 ഗ്ലാസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ 1 ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഈ പഞ്ചസാര നന്നായി അലിയട്ടെ. അതിനുശേഷം ഇതിൽ നിന്ന് നന്നായിട്ട് ബബിൾസ് വരാൻ തുടങ്ങും. അതായത് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയും. ഒറ്റ കമ്പി പരുവം എന്നാണ് പറയുക. അതായത് ഒരു 6 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ കമ്പി പരുവം വരും. നന്നായി പത വരാൻ തുടങ്ങും. ആ പതയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പോൾ പതമുള്ള സമയത്ത് വേണം നമ്മൾ അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഒരു നല്ല മരത്തിൻ്റെ തവി ഉപയോഗിക്കുക. നല്ല കട്ടിയുള്ള തവി ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഉപയോഗിക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി അങ്ങ് തിളച്ചിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവാൻ അനുവദിക്കുക. അപ്പോൾ സമയം നോക്കിക്കോളൂ. ഒരു 6 മിനിറ്റൊക്കെ ആകുമ്പോൾ മിക്കവാറാവും. പക്ഷേ ഞാൻ പറയാം എനിക്ക് എത്ര സമയം എടുത്തു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ. ഓക്കെ, ആ സമയത്ത് നമ്മുടെ നെയ്യും എണ്ണയും അവിടെ ചൂടാവുന്നുണ്ട്. അത് നല്ല ചൂടായി കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ അങ്ങ് പുക വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇച്ചിരി കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കണം. അപ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നത്. അത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ കമ്പി പോലെ ഇങ്ങനെ വരണം. അതാണ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പക്ഷേ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അഥവാ ആയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരു മിനിമം 6 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് മറക്കരുതേ. കാരണം അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്ചർ ശരിയാവില്ല. നല്ല പതയുള്ള സമയത്ത് അത് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ 6 മിനിറ്റാണ് എൻ്റെ സമയം. ഈ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് കാണിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് തന്നെയാണ് 6 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്ലോക്ക് നോക്കുക, അല്ലെങ്കിൽ ടൈമർ സെറ്റ് ചെയ്യുക. 6 മിനിറ്റ് മാക്സിമം മതി, അതിൽ കൂടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ടൈമർ സെറ്റ് ചെയ്തിരിക്കുകയാണ് 6 മിനിറ്റിന്. ഇപ്പോൾ 5 മിനിറ്റ് ആയപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ നെയ്യ് നന്നായി ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്. ഞാനിനി മീഡിയം ഫ്ലെയിമിൽ ഇടുകയാണ്. അതിൻ്റെ എണ്ണ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുക വരാൻ തുടങ്ങും. അപ്പോൾ അതൊന്നും ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ മറക്കരുത്. ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മതി. ഇനി ഞാൻ തീ കുറയ്ക്കുകയാണ് കേട്ടോ. മിനിമം തീയിലേക്ക് ഇട്ടതിന് ശേഷം, അതായത് സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പൊടി എടുക്കുക. കുറച്ച് എമൗണ്ടിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളുണ്ടെങ്കിൽ ആദ്യം പേടിക്കൊന്നും വേണ്ട, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അരിക്കൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് റോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇത് ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ പോകാൻ പാടില്ല. ആരടുത്ത് വേണ്ട, പിള്ളേരുള്ള സമയത്തൊന്നും ചെയ്യണ്ട. അങ്ങനെ ഞാനൊരു 2-3 ബാച്ചായിട്ടാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ സൈഡിൽ നിന്നും ഒക്കെ ഷുഗർ സിറപ്പിലേക്ക് ആക്കി കൊടുക്കണം. ചിലവർ ഇതിൽ ബേക്കിംഗ് സോഡ ഇടാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല, അല്ലാണ്ട് തന്നെ എനിക്ക് ശരിയാവാറുണ്ട്. ഇതിപ്പോൾ 10ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 9ാമത്തെ തവണയാണ് എനിക്ക് സക്സസ് ആയത്. അത് വരെ എനിക്ക് ഫെയിലിയർ ആയിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ കുറവാണ് കടലമാവിൻ്റെ അളവ്. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സായി ഷുഗർ സിറപ്പ് അലിഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇനി ഓയിലും നെയ്യും ചേർന്നിട്ടുള്ള മിശ്രിതം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുവിധം എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകൾ വരാതിരിക്കാനാണ് എടുത്ത് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് 9 പ്രാവശ്യം ചെയ്തിട്ടാണ് ഇത് റെഡിയായി കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ തവണ തന്നെ ഇത് റെഡിയായി കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വെറുതെ സാധനം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും ഒരുപാട് ബ്ലോഗുകൾ നോക്കി ഉണ്ടാക്കിയതാണ്. പക്ഷേ എനിക്കൊന്നും പെർഫെക്റ്റ് ആയിട്ട് ആരും ഒരു എക്സ്പ്ലനേഷൻ തന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ഷുഗർ സിറപ്പിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ ചൂട് നെയ്യും എണ്ണയും ഇതിലേക്ക് ഒഴിക്കുക. അതേസമയം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പത വരും. അപ്പോൾ ഞാൻ 1 തവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലിടുക, മറക്കരുത്. അപ്പോൾ ഇനി സമയം നോക്കിക്കോ. ഇത് മിക്കവാറും 6 മിനിറ്റ് ആയിരിക്കും സമയം കറക്റ്റായിട്ട് എടുക്കുക.
അപ്പോൾ ഇവിടെ 9:40. ഇപ്പോൾ 9:40 9:46 ആകുമ്പോഴേക്കും റെഡി ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരുപാട് നെയ്യിൻ്റെ ആവശ്യം നമുക്ക് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞ അളവിൽ നെയ്യ് കരുതി വെക്കണം. അതല്ലെങ്കിൽ ആ ലാസ്റ്റ് മിനിറ്റ് നെയ്യ് തികഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ സമയത്ത് ഓടാൻ പറ്റില്ല. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഉള്ള എല്ലാ നമ്മൾ ചേർത്തിരിക്കുന്ന നെയ്യും കംപ്ലീറ്റ് അബ്സോർബ് ആയതിനു ശേഷം അടുത്ത ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടോട് കൂടിയുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും ആ നെയ്യിൻ്റെ പാത്രം ചൂടായിരിക്കണം കേട്ടോ. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓത്തൻറ്റിക് വേർഷനാണ്. അതേസമയം ഇപ്പോൾ ശ്രീകൃഷ്ണ സ്വീറ്റ്സിൻ്റെ വേർഷനാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ നെയ്യ് മാത്രം ചേർക്കുള്ളൂ. അത് സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കാണ്. ഇത് ഇച്ചിരി ഹാർഡായിട്ടുള്ള നിറയെ ഹോൾസ് ഉള്ള മൈസൂർ പാക്കാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ടേസ്റ്റിനും ടെക്സ്ചറിനും ഒക്കെ വ്യത്യാസമുണ്ട്. അത് ഞാൻ വേറെ എപ്പോഴെങ്കിലും കാണിക്കാം. തൽക്കാലം ഇത് ഓത്തൻറ്റിക് ആയിട്ട് നമുക്ക് ആദ്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് നെയ്യ് ഇതിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ബാച്ച് എണ്ണ ഒഴിക്കാം. ഇതുപോലെ പത വരണം. അറ്റ് എ ടൈം ഒരു തവി ഒഴിച്ചു കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിടണം. കൂട്ടാനും കുറയ്ക്കാനും പാടില്ല തീ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ലാസ്റ്റ് കറക്റ്റ് സമയമാകുമ്പോൾ ഞാൻ പറയാം. നമ്മൾ ഷുഗർ സിറപ്പിൽ മിക്സ് ചെയ്തതിന് ശേഷം നെയ്യ് ഒഴിച്ച് 6 മിനിറ്റ് ആകുമ്പോഴേക്കും കറക്റ്റ് ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് പാത്രം റെഡിയാക്കി വെക്കുക. അതിലോട്ട് അങ്ങ് അപ്പം തന്നെ ഒഴിക്കണം. അല്ലെങ്കിൽ സമയം വൈകി കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ പാക്കിൻ്റെ ടെക്സ്ചർ ശരിയാവില്ല. അത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഞാനിതിലേക്ക് നമ്മുടെ 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ആദ്യമേ തന്നെ ഇട്ട് കൊടുത്തോളൂ. ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നതാണ്. അതുപോലെ തന്നെ ഒരു നുള്ളു ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ആ കറക്റ്റ് ആ സ്വീറ്റ്നെസ് പെർഫെക്റ്റ് ആവുള്ളൂ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്കയുടെ പൊടിയുടെ സ്മെല്ല് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലാവാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഒഴിച്ചിരിക്കുന്ന നെയ്യ് മുഴുവൻ ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഒഴിക്കണം. അടുത്ത തവി ഒഴിച്ചു കൊടുത്തു. നല്ല പതയായിട്ട് വരുന്നുണ്ട്. ഇത് പിന്നെ ഒട്ടും അബ്സോർബ് ചെയ്യാണ്ടാവും. നമ്മൾ ഒഴിക്കുന്ന നെയ്യ് ഇത് കുടിക്കാണ്ടാവും. അതാണ് അതിൻ്റെ പരുവെന്ന് പറയണത്. ഇതിങ്ങനെ പതയായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ നെയ്യ് വീണ്ടും ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ഞാൻ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ വേണം ഇത് ചെയ്യുന്ന സമയത്ത്. സ്റ്റീലിൻ്റെ സ്പൂൺ അടുത്ത് കൊണ്ട് വെക്കുക. അതെപ്പോഴും റെഡിയാക്കി വെക്കണം. പിന്നെ ഇത് റെഡി ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പാത്രത്തിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട്. നോക്കുമ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് എണ്ണ ഇതിലേക്ക് അബ്സോർബ് ചെയ്യാണ്ട് ഇതിങ്ങനെ പുറത്തേക്ക് ആ നെയ്യ് വരാൻ തുടങ്ങുന്ന സമയമാണ് അതിൻ്റെ കറക്റ്റ് സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സംഭവം ആയിട്ടുണ്ട് കേട്ടോ. ആയിട്ടുണ്ട്. എനിക്ക് 5 മിനിറ്റാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ആ എല്ലാ പതയും നന്നായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. സ്പൂൺ എടുത്തിട്ട് മാക്സിമം ഹൈറ്റിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എനിക്ക് 5 മിനിറ്റാണ് സമയം എടുത്തേക്കുന്നത്. 5 മിനിറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റ് എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ആ ഒരു എല്ലാം പത ഇങ്ങനെ വന്ന് നിങ്ങൾ 5 മിനിറ്റ് സമയം നോക്കിയാൽ മതി. വേറെ ഒരു ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ആകുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞിങ്ങനെ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തേക്ക് ആക്കിയിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മുടെ മൈസൂർ പാക്കിന് ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ടെക്സ്ചർ കിട്ടില്ല. ആ മിഡിൽ പോർഷനിൽ ബ്രൗൺ കളർ വരില്ല കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. നെയ്യ് ഓഫ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ പുകഞ്ഞൂടെ പരുവാവും. നെയ്യ് അത്രയൊന്നും വേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും സേഫ്റ്റിക്ക് കൂടുതൽ നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. കാരണം അറിയില്ലല്ലോ. അപ്പോൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ബാച്ചും കൂടി ഉണ്ടാക്കും. അപ്പോൾ ആ നെയ്യും എണ്ണയും നമുക്ക് പിന്നെ ഉപയോഗിക്കാം. ഇനി വേറെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ അടുത്ത ബാച്ച് ഉണ്ടാക്കുമ്പോൾ അതന്നെ ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്യുക. കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് എന്നുള്ള ഒരു ടൈം എടുത്ത് നോക്കിയാൽ മതി. വേറെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് സമയം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു എത്ര പ്രാവശ്യം ചെയ്തിട്ട് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പേടിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ്റെ ആവശ്യമില്ല. അതില്ലാണ്ട് ചെയ്യുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും മുറിക്കാൻ പറ്റില്ല. എത്ര തിന്നായിരിക്കുന്ന സ്ലൈസ് വേണോ അത്രയും തിന്നായിട്ട് നമുക്ക് മുറിക്കാം. ചൂടാണ്, സൂക്ഷിക്കുക. ഓക്കെ, ഞാനിങ്ങനെ നീളത്തിൽ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടെക്സ്ചർ എന്ന്. അപ്പോൾ ഇതിൻ്റെ മേലത്തെ ഭാഗം താഴത്തെ ഭാഗം യെല്ലോ കളർ ആയിരിക്കും. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ബ്രൗണിഷ് കളർ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ശരിക്കും മുറിക്കാം.
ഈശ്വരാ. യെസ്, ഇത് കണ്ട ഈ ഒരു മിഡിൽ പോർഷനിലത്തെ കളർ ഡിഫറൻസ് കണ്ട, അതാണ് റിയൽ ആയിട്ടുള്ള മൈസൂർ പാക്കിൻ്റെ കളറ്. മേലെയും താഴെയും കറക്റ്റ് യെല്ലോ ആയിരിക്കും, അതേസമയം മിഡിൽ പോർഷനിൽ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ ഉണ്ടാവും. അപ്പോൾ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഹോൾസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈസൂർ പാക്ക്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ചെറിയ പീസ് ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അടിപൊളിയുണ്ട്. നിങ്ങൾ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഉപ്പിട്ടിട്ടില്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരില്ല. പക്ഷേ സംഭവം സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, ഇതിപ്പോൾ 10ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ 8 പ്രാവശ്യവും ഞാൻ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞെങ്കിൽ സങ്കടം വന്നിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് ആയിട്ട് വരാത്ത കാരണം. പക്ഷേ 9ാമത്തെ പ്രാവശ്യം ശരിയായപ്പോൾ ഞാനിവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. ഞാൻ അതിൻ്റെ ഫെയിലിയർ ആയിട്ടുള്ള വെർഷൻസും സക്സസ് ആയിട്ടുള്ള വെർഷനും ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു എൻ്റെ ഫെയിലിയർ ആയിട്ടുള്ള 7ാമത്തെ വെർഷൻ. ഫെയിലിയർ എന്ന് വെച്ചാൽ മുഴുവനും ഫെയിലിയർ അല്ല കേട്ടോ, ഇതൊരു 3/4 ഭാഗം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നു എൻ്റെ 9th വെർഷൻ. അതായത് ഇത് ചെയ്തപ്പോഴാണ് ഞാൻ ഹാപ്പി ആയത്, എനിക്കിനി കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് വന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു നുള്ളു മാത്രം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെയ്തപ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ മഞ്ഞപ്പൊടി ഇട്ടെന്ന് മാത്രം. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ നിറച്ച് ഹോൾസ് വന്നില്ലേ. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ എനിക്ക് ഇത്രയും പ്രാവശ്യം എടുത്തു ഇത് റെഡിയാക്കി എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കാരണം നമ്മൾ ആ കറക്റ്റ് ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ് നമുക്കിതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറയുക, കല്ല് പോലെ ഇരിക്കുന്ന ടെക്സ്ചറൊന്നും അല്ല, നമ്മളിങ്ങനെ പൊടിഞ്ഞ് വരുന്ന ടെക്സ്ചറാണ്. ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ഉതിർന്ന് വരുന്ന ഒരു ടെക്സ്ചറാണ്. ചില മൈസൂർ പാക്ക് നമുക്ക് കടിച്ചു കഴിഞ്ഞാൽ പല്ല് ഇളകി പോരും, അതുപോലത്തെ ടെക്സ്ചറേ അല്ല. ഇത് നല്ല സോഫ്റ്റാണ്, പക്ഷേ അതേസമയം എന്താ പറയുക ഒരു കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ. ഇതാണ് ഒത്തൻറ്റിക് വേർഷൻ. മറ്റേത് ഞാൻ പറഞ്ഞ പോലെ മൈസൂർ പാക്ക് നമ്മുടെ ശ്രീകൃഷ്ണ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ അതിൽ ഇതേപോലെ അറകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിച്ച തവിയില്ലേ, ഞാൻ ഈ തവിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തവി എന്ന് പറയുന്നത് 3 ടേബിൾ സ്പൂണാണ് ഒരു തവി. അപ്പോൾ അതുപോലത്തെ 4 തവിയാണ് ഞാൻ ഓയിലും അതുപോലെ തന്നെ നെയ്യും തമ്മിലുള്ള മിശ്രിതം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണക്ക് പറയുകയാണെങ്കിൽ 4x3 12 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു കണക്കറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പം മിനിമം എന്തായാലും 12 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ധൈര്യമായിട്ട് പറയാം മക്കളെ, എനിക്കും മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. കെട്ടിയവനാണെങ്കിലും കൂട്ടുകാർക്കാണെങ്കിലും കുടുംബക്കാർക്കാണെങ്കിലും ഒക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. എക്സാമിന്റെ തലേദിവസമാണ് ബുക്സ് കണ്ടുപിടിക്കുന്നത് എന്റെ മോൻ. അങ്ങനെയാണ്. ഇപ്പൊ യൂട്യൂബില് സെർച്ച് ചെയ്യുന്നു ബുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ. അല്ല, സയൻസിന്റെ വെലോസിറ്റി വെലോസിറ്റി ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ.